Hi everyone, this is me Casac Benjali. പുതിയ വീഡിയോ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണോ? ഈ ഓൺട്രപ്രണർ ആയ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ ഒരുപക്ഷെ ഭാര്യയുടെ ആകാം, ഭർത്താവിൻ്റെ ആകാം, പിന്തുണ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ? നിങ്ങളുടെ ബിസിനസ്സിൻ്റെ യാത്രകൾക്ക്, ബിസിനസ്സിൻ്റെ പരിശ്രമങ്ങൾക്ക്, രാവും പകലുമുള്ള നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള ഓട്ടങ്ങൾക്ക്, ജോലി എടുക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന കഷ്ടപ്പാടുകൾക്ക്, അതല്ലെങ്കിൽ നിങ്ങളുടെ സമയപരിമിതികളുടെ പേരിൽ പരാതി പറയാതെ എത്ര പേർക്ക് ശരിക്കും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്? പല ആളുകൾക്കും നല്ല സപ്പോർട്ട് ഭാര്യമാരിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് തൻ്റെ ബിസിനസ്സിന് വേണ്ടി കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അതല്ലെങ്കിൽ താൻ തുടങ്ങി വെച്ച ഐഡിയയുടെ കൂടെ ഭാര്യ കൂടെ നിന്ന് അല്ലെങ്കിൽ ഭർത്താവ് കൂടെ നിന്ന് വലിയ വിജയത്തിൽ എത്തിച്ച കഥകൾ നമ്മുടെ ചുറ്റും നമ്മുടെ സുഹൃത്തുക്കളായി പലരും പങ്കുവെക്കാറുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ വേണ്ട അത്ര സപ്പോർട്ട് കിട്ടുന്നില്ല. ഞാൻ കണ്ടില്ലേ, അവൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അയാൾക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ഞാൻ കഷ്ടപ്പെടുന്നത്, മക്കൾക്ക് വേണ്ടിയിട്ട്, എന്നിട്ടും എൻ്റെ കൂടെ നിൽക്കുന്നില്ല, എൻ്റെ കൂടെ കല്യാണത്തിന് വരുന്നില്ല, എൻ്റെ കൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികൾ തന്നെയാണ് സർ പറയുന്നത്. ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഇതിനെന്താണ് പരിഹാരം എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങളുടെ പാർട്ട്ണറുടെ, അത് ഭാര്യയാകാം ഭർത്താവാകാം, പിന്തുണ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമ്പർ 1, മേക്ക് ഷുവർ യുവർ പാർട്ട്ണർ നോസ് ദ വിഷൻ. അതായത് നിങ്ങളുടെ പാർട്ട്ണറിന് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിഷൻ എന്താണെന്ന്. യെസ്, പല ആളുകളുടെയും പാർട്ട്നേഴ്സിന് എന്ത് ബിസിനസ് ചെയ്യുന്നു എന്നത് മാത്രമേ അറിയൂ. എൻ്റെ പാർട്ട്ണർ ഒരു സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്യുന്നു, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനും സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആണ്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്, അല്ലെങ്കിൽ പെർഫ്യൂം ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഫുഡ് സ്റ്റഫ് ബിസിനസ്സാണ്. ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ സർവീസിൻ്റെ സ്പെഷ്യാലിറ്റിയെ കുറിച്ചുള്ള അറിവുകൾ മാത്രമാണ് നമ്മുടെ പാർട്ട്ണർക്ക് പലപ്പോഴും ഉള്ളത്. പക്ഷെ നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ വാല്യൂ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എത്ര വലിയ രീതിയിൽ ഈ ബിസിനസ് ലോകത്തോളം വളർത്താൻ വേണ്ടിയിട്ടാണ്, എത്ര വലിയ വാല്യൂ ഇന്നോവേഷനാണ് അല്ലെങ്കിൽ വാല്യൂ ഇമ്പാക്റ്റ് ആണ് ഈ ബിസിനസ് കൊണ്ട് സമൂഹത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വിഷനെ കുറിച്ച്, നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിഷൻ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറോട് വളരെ സ്വസ്ഥമായിരിക്കുന്ന സമയത്ത്, മനോഹരമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളത് പങ്കുവെക്കണം. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അറിവിനും അപ്പുറത്ത് നിങ്ങളുടെ വിഷൻ അറിയുമ്പോൾ അത് എത്രമാത്രം മഹത്തരമാണ്, അത്രമാത്രം വലിയ പിന്തുണ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും. പല ആളുകളും ബിസിനസ്സിനെ കുറിച്ച് പറയാറുണ്ടെങ്കിൽ പോലും തങ്ങളുടെ വിഷൻ എന്താണ് ഈ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ പർപ്പസ്, എന്തിനു വേണ്ടി തുടങ്ങുന്നു എന്നത് പലപ്പോഴും പറയാറില്ല. സോ ലെറ്റ് ദം നോ യുവർ വിഷൻ ഓഫ് ദ ബിസിനസ്. നമ്പർ 2, ക്രിയേറ്റ് എഗ്രിമെന്റ് അബൌട്ട് ടൈം ബൗണ്ടറീസ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓടിയാൽ മതിയാവില്ല. ബിസിനസ്സിന് വേണ്ടിയിട്ട് എത്ര ഓടിയാലും മതിയാവില്ല, എത്ര കഷ്ടപ്പെട്ടാലും മതിയാവില്ല. കാരണം ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടിയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, പാഷനേറ്റ് ആയിട്ടാണ് ബിസിനസ് എങ്കിൽ ഒരിക്കലും ഒരു മടുപ്പും ഉണ്ടാവില്ല. നല്ല ആവേശത്തോടു കൂടി പാഷനേറ്റ് ആയിട്ട് അതിന് ഓടുമ്പോൾ ചിലപ്പോൾ 12 മണിക്കൂർ വർക്ക് ചെയ്യും, ചിലപ്പോൾ 16 മണിക്കൂറും 18 മണിക്കൂറും വർക്ക് ചെയ്യും, 24 മണിക്കൂർ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ആഴ്ചയിൽ 7 ദിവസവും, മാസത്തിൽ 30, 32 ദിവസം, 31, 32 ദിവസമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഓരോ മടുപ്പും ഉണ്ടാവില്ല, ആവേശത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഭാര്യയ്ക്ക് നിങ്ങളെ കിട്ടിയില്ലെന്ന് വരാം, അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടിയില്ലെന്ന് വരാം, പരാതികൾ വരും. പക്ഷെ ബിസിനസ് മാത്രമല്ല ലൈഫ്. ബിസിനസിന്റെ കൂടെ തന്നെ ഫാമിലിയും ആരോഗ്യവും സ്പിരിച്വാലിറ്റിയും എല്ലാം ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നവനാണ് യഥാർത്ഥ ബിസിനസ്സുകാർ. വലിയ ബിസിനസ്സുകാർ അങ്ങനെ ബാലൻസ് ചെയ്ത് മനോഹരമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സമയം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെയും കുട്ടികളുടെ ജീവിതത്തെയും എല്ലാത്തിനെയും വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ബിസിനസ് ചെയ്യണം, അതിനുവേണ്ടി കഷ്ടപ്പെടണം, അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യണം. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർക്ക്, അതൊരു പക്ഷേ ഭർത്താവാകാം, ഭാര്യയാകാം, സമയം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ടുപേരും പരസ്പരം സംസാരിച്ചിരുന്നിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം ഇതാണ്, ഇത്രമാത്രം കഠിനാധ്വാനം ഇതിനകത്ത് ചെയ്യേണ്ടതുണ്ട്, ഇത്ര പ്രയാസങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, ഞാനിപ്പോൾ നടന്നു പോകുന്ന സാഹചര്യം ഇതൊക്കെയാണ്, എന്നാൽ പോലും നിന്നെയും മക്കളെയും അല്ലെങ്കിൽ ചേട്ടനെയും മക്കളെയും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെക്കുന്നു.
അതിനിടയിൽ പിന്നെ ബിസിനസ് ഇല്ല. അല്ലെങ്കിൽ ദിവസത്തിൽ 3 മണിക്കൂർ ഉറങ്ങുന്ന സമയത്തല്ല, അതല്ലാത്ത സമയത്ത് നിങ്ങളുടെ കൂടെ ആയിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ ഏട്ടൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നിന്റെ കൂടെ ആയിരിക്കും എന്ന് പറയാവുന്ന രീതിയിലേക്ക് നിങ്ങൾ തമ്മിൽ എഗ്രി ചെയ്ത ഒരു ടൈം ബൗണ്ടറി ഉണ്ടായിരിക്കും. ഇത്ര സമയം മാത്രം കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും, ഇത്ര സമയം മാത്രം കുടുംബത്തിന് വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞായറാഴ്ചകൾ നിങ്ങളത് കുടുംബത്തിന് വേണ്ടി മാത്രം കൊടുക്കുക. ഞായറാഴ്ച അല്ലെങ്കിൽ വീക്കെൻഡ് ഡേയ്സിൽ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി മാത്രം കൊടുക്കുക. ഇപ്പം പലപ്പോഴും എൻ്റെ ബിസിനസ്സൊക്കെ വീക്കെൻഡിൽ ആക്റ്റീവ് ആകുന്ന ബിസിനസ്. അങ്ങനെയാണെങ്കിൽ ഒരു വീക്ക് ഡേയ്സ് മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ടൈമിന് ഫിക്സ് ചെയ്യാൻ പറ്റണം. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബജീവിതത്തെ ഭദ്രമാക്കുകയും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ബിസിനസ്സിന് വലിയ രീതിയിൽ പിന്തുണ തരുന്നതിന് അത് സഹായകരമാകുകയും ചെയ്യും. കാരണം അവരുടെ സമയം, അവരുടെ പ്രൈവറ്റ് സമയം, അവരുടെ ഇഷ്ടങ്ങളോ ഒന്നും ബിസിനസ്സിന് വേണ്ടി ത്യജിക്കേണ്ടി വരുന്നില്ല. അത് അവിടെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അതിന് വാല്യൂ കൊടുക്കുന്നുണ്ട്, അവരുടെ ഇമോഷന് വാല്യൂ കൊടുക്കുന്നുണ്ടെന്നാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അവരും വലിയ വാല്യൂ നൽകുന്നതായിരിക്കും. നമ്പർ 3, ഇൻക്ലൂഡ് യുവർ പാർട്ട്ണർ സംഹൗ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങളുടെ പാർട്ട്ണറെ എവിടെയെങ്കിലും കൂടെ കൂട്ടാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലതാണ്. പാർട്ട്ണർമാർ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ പാർട്ട്ണറായിട്ട് ഒരുമിച്ച് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അവരുടെ ഇടയിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ, എന്നാൽ പോലും അത് കെമിസ്ട്രി വർക്കൗട്ട് ആകുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തതിന്റെ ഭാഗമായി ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ചെറുതോ വലുതോ ആയി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഏരിയ ഉണ്ടാവും. അവർ ഫുൾ ടൈം ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നതിനും അപ്പുറത്ത് ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റിയിലെങ്കിലും അവരെയും കൂടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കൂടെ കൂട്ടുക, അവരുടെ ഇമോഷനും കൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ കണക്ട് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ച, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പുരോഗതി, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കസ്റ്റമർ കൂടുക എന്നൊക്കെ പറഞ്ഞ് അവരുടെയും കൂടെ ആഗ്രഹവും അവരുടെയും കൂടെ താല്പര്യം കൂടെ ആകുന്നതോട് കൂടിയിട്ട് തീർച്ചയായിട്ടും അതൊരു വലിയ ബിസിനസ് സപ്പോർട്ടിന് അവർക്ക് കാരണമാകും. കാരണം ആ ബിസിനസ്സിന്റെ വളർച്ചയും ആ ബിസിനസ്സിന്റെ പുരോഗതിയും ആ ബിസിനസ് നിങ്ങൾ എടുക്കുന്ന കഠിനാധ്വാനം ഒക്കെ അവരും കൂടെ അതിന്റെ പാർട്ടാകുമ്പോൾ അവർക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ കഠിനാധ്വാനം ഇതെല്ലാം വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കുക, നിങ്ങൾ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും വേണം. ആ ഒരു മാന്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ പോലും ബിസിനസ്സിൽ പാർട്ട്ണർ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് പരിഹരിക്കപ്പെടാനുള്ള അവസരമാകും. ഈ 3 സ്ട്രാറ്റജി നിങ്ങൾ ബിസിനസ്സിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ പാർട്ട്ണർ കട്ടയ്ക്ക് നിങ്ങളുടെ കൂടെ നിൽക്കും. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബിസിനസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഊർജ്ജം ഉണ്ടാക്കുകയും ബിസിനസ്സിനെ കുറിച്ചുള്ള അറിവുണ്ടാക്കുക, ബിസിനസ്സിനെ കുറിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ, സെയിൽസ്, മാർക്കറ്റിംഗ്, ടീം ലീഡിംഗ്, ഇന്നോവേഷൻ, ടെക്നോളജി തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് വേണ്ടത് പ്രധാനമായിട്ടും ഡെയിലി മെൻറ്ററിംഗ് ആണ്, ഡെയിലി കോച്ചിങ് ആണ്, ഡെയിലി ബിസിനസ് കോച്ചിങ്, ഡെയിലി ബിസിനസ് മെൻറ്ററിങ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോച്ചിൻ്റെ കൂടെ, അതിശക്തമായിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ, ഒരു പറ്റം ബിസിനസ്സുകാരുടെ കൂടെ നിന്നുകൊണ്ടുള്ള കോച്ചിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ 10 ഇരട്ടി ഉയരത്തിലേക്ക്, 100 ഇരട്ടി ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിന് നിങ്ങളെ പരിശീലിപ്പിക്കുന്ന, പ്രാപ്തമാക്കുന്ന പരിശീലനമാണ് എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ 5:30 മണി വരെ നീണ്ടു നിൽക്കുന്ന ബെഞ്ചാലി അക്കാഡമിയുടെ 10x മോർണിംഗ് മെൻറ്ററിംഗ് ആൻഡ് ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം. ഓൺലൈനിലൂടെ, സൂമിലൂടെ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ്. നിങ്ങൾ GCC രാജ്യങ്ങളിൽ ഏതെങ്കിലും ആണ്, നിങ്ങൾ GCC രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ GCC സമയം, UAE സമയം 5:30 മുതൽ 6:30 വരെ, UAE ഒമാൻ സമയം 5:30 മുതൽ 6:30 വരെയും, സൗദി, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ 4:30 മുതൽ 5:30 വരെയും GCC ബാച്ചും അവൈലബിൾ ആണ്. ഇത് സാധാരണ ഒരു പ്രോഗ്രാമും ട്രെയിനിങ് പ്രോഗ്രാമും അല്ല, മറിച്ച് ഒരു പറ്റം ഓൺട്രപ്രണേഴ്സിൻ്റെ കൂടെ, 100-ലേറെ വരുന്ന ബിസിനസ്സുകാരുടെ കൂടെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച് മെഡിറ്റേഷനിലൂടെ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്ത് അഫർമേഷനിലൂടെ കൂടുതൽ കരുത്തോടുകൂടി കുതിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ള ബിസിനസ്സുകാരുമായിട്ട് പരസ്പരം ബിസിനസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും പരസ്പരം ബിസിനസ് ചെയ്യാനും കൂടെ അവസരം ഒരുക്കുന്ന രീതിയിലാണ് ഈ കോഴ്സിനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 100 ഇരട്ടി കരുത്തോടുകൂടി ബിസിനസ് വിജയത്തിന് മുന്നേറാൻ തയ്യാറാണ് എങ്കിൽ, വലിയ വിജയത്തിന് നിങ്ങളുടെ ബിസിനസ്സിന് കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം 10x ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് മെന്ററിംഗ് ആൻഡ് കോച്ചിങ് പ്രോഗ്രാമിലേക്ക്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഞാൻ കസാക് ബെഞ്ചാലി. 10x ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ ഭാഗമാകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക.
കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം, നിലവിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് മീ കസാക് ബെഞ്ചാലി. നമ്മുടെ ഓരോരോ ഘട്ടത്തിലും നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. ചാരിതാർത്ഥ്യത്തോടുകൂടി പറയട്ടെ, നല്ലൊരു പ്രോഗ്രാമാണ്. നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാവിധ പിന്തുണയും ബെഞ്ചാലി അക്കാഡമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലും ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം, അതായത് കഴിഞ്ഞ 1-ാം തീയതി 4 മണിക്ക് എണീക്കുന്നത് മുതൽ എൻ്റെ ജീവിതം ആ ഒരു രീതിയിൽ, എൻ്റെ ബിസിനസ് ആണെങ്കിലും ഫാമിലി ലൈഫ് ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്നും നമ്മൾ ഓരോ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പല ബിസിനസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് മുൻകാല ഒരു 6-7 മാസം മുന്നേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ ബിസിനസ്സുകൾ നമ്മൾ എത്തിപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ബിസിനസ്സുകളുടെ ഡിസ്കഷൻ വരെ നമ്മുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ ഇതൊരു ഒരു മാജിക് ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കമ്പനികൾക്കും ഒരുപാട് നേട്ടങ്ങൾ അതിനെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കമ്പനിയിലുള്ള 3 പേരെ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നസീർ ഭായ്, ആഷിഖ് ഭായ്, ഹക്കീം. കാരണം എത്രത്തോളം ഈ ക്ലാസ് കേട്ടാൽ കമ്പനിക്കും സ്വന്തം ജീവിതത്തിലും മാറ്റം വരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് അവരെ ഞാൻ കമ്പനിയുടെ ചെലവിൽ ഈ കോഴ്സിൽ ചേർത്തിട്ടുള്ളത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. നമ്മൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് രാവിലെ എണീക്കുക എന്ന് തന്നെയായിരുന്നു. മോർണിംഗിൽ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ നമ്മുടെ ഫിസിക്കൽ പ്രോഗ്രാംസും ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ഇഷ്ടം പോലെ സമയമാണ് ഇതിലേക്ക്. പിന്നെ അതിനുശേഷം സ്വഭാവത്തിലാണെങ്കിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ദേഷ്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, ഇപ്പോൾ ദേഷ്യവും അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഫാമിലിയായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റായി. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഈ ഒരു ട്രെയിനിങ്ങിൽ വന്നതിന് ശേഷമാണ് നമുക്ക് അറിയാത്തതായിട്ടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്ന് മനസ്സിലായിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലുള്ളൊരു അവസരം കിട്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ദൈവം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇത്രയും വലിയൊരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്.